അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യണത് ഞാനല്ല കേട്ടോ, ഞാനല്ല, ഉമ്മച്ചിയല്ല, എൻ്റെ അനിയത്തി കേട്ടോ. അപ്പോൾ അവൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുണ്ടാക്കിക്കോ, നമുക്ക് വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ അതിനായിട്ടൊരു 6-7 പൊട്ടറ്റോസ് നന്നായിട്ട് കഴുകി പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവളാണെങ്കിൽ നല്ല സ്ക്വയർ പീസസ് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടോ കട്ട് ചെയ്തേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുള്ളിക്കാരത്തേക്കാണ് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മുടെ അടുത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്ക് അതുണ്ടാക്കാടി ഇതുണ്ടാക്കാടി എന്ന് പറയും. പക്ഷേ എനിക്ക് ഈ കുക്ക് ചെയ്യുന്നതിനോട് അത്ര താല്പര്യമില്ല. എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൂ. ഇപ്പം എല്ലാ പൊട്ടറ്റോസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകി കളയണം. അത് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഒരുപാട് നേരം വേവിക്കാൻ വെക്കണ്ട, ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും ഇത് ശരിയാവുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യം എടുത്ത് നോക്കിയപ്പോൾ വെന്തില്ലായിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി ഒന്ന് വേവട്ടേന്ന് കരുതി ഒരു 3-4 മിനിറ്റും കൂടെ ഫ്ലെയിം കൂട്ടിയിട്ടേ. അപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് അരിപ്പയിലേക്ക് മാറ്റുന്നവരെയൊക്കെ ഞങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ അത് ഫുള്ള് ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണ അടിയിലുള്ള കിഴങ്ങെല്ലാം ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നല്ല വിഷമമായിട്ടോ. അവളിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്നാണ് ഓർത്തത്. പക്ഷെ മേളിലെല്ലാം ഓക്കെ ആയിരുന്നു, അടിയിൽ വന്നപ്പോഴേക്കും മിക്കത് ഉടഞ്ഞുപോയി. അപ്പോൾ ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഒരു 5 മിനിറ്റ് ഒക്കെ വേവിച്ചാൽ മതി. പുള്ളിക്കാരത്തി അവളുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയതാട്ടോ. ആ ഒരു കോൺഫിഡൻസ് വെച്ച് ഇവിടെ ചെയ്തതാണ്. പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, സങ്കടമുണ്ട്. എന്നാൽ നമ്മളൊന്നും കളഞ്ഞില്ല കേട്ടോ, നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാലിന് വന്നതിന് ശേഷം അതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത്, കോൺഫ്ലോർ ആണ് ചേർക്കേണ്ടത്. ഇവിടെ അതില്ലാത്തതുകൊണ്ടാണ് അരിപ്പൊടി ചേർത്ത്, ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഫ്രൈ പാനിലേക്ക് എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മളിത് ഓരോന്നോരോന്നിട്ട് എടുത്ത് പൊരിച്ചെടുത്തു കേട്ടോ. ആദ്യം ഉടയാത്ത എല്ലാ പൊട്ടറ്റോസും പൊരിച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ ബാക്കി പൊടികളെല്ലാം പൊടിച്ചെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഒരു കെച്ചപ്പും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് അത് രണ്ടും കൂടെ പൊടി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ കുഞ്ഞു എപ്പിസോഡ്സ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നേക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഓക്കെ.